ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഹണിനഗറിലാണുള്ളത്. അപ്പോൾ ഹണിനഗറിലെ വിശേഷങ്ങളെല്ലാം ഇവിടുത്തെ ചേട്ടൻ തന്നെ നേരിട്ട് പറയും. അപ്പോൾ ആ ചേട്ടൻ തന്നെ പറയുമ്പം കൂടുതൽ നമുക്ക് അറിവൊക്കെ കിട്ടുമല്ലോ. ഇവിടെയാണെങ്കിൽ ഈ തേൻ വെച്ച് എന്തെല്ലാം മെഡിസിൻസ് ആണ് ഉണ്ടാക്കുന്നത്, എന്ത് മെഡിസിൻസ് ആണ് ചെയ്യുന്നത്, ആൾക്കാർക്ക് എന്തോരം ഉപയോഗമുണ്ടെന്നൊക്കെ എല്ലാം പറഞ്ഞു തരും. പിന്നെ ഇവിടെയാണെങ്കിൽ ഫുള്ള് നല്ല വൈബായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇനി ആ ചേട്ടൻ ഭയങ്കര സംസാരിക്കും. അപ്പോൾ ഈ മോനുണ്ട്, ഈ മോന് കിടക്കി ക്ലാസ്സൊക്കെ ഈ ഒരു പ്രദേശത്തിന്റെ പേര് ഹണിനഗർ. ഹണിനഗർ എന്ന് പറഞ്ഞാൽ ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം പോലെ തേനീച്ച കൃഷി. ഇപ്പൊ 58 വയസ്സായി. 8ാം ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയതാണ്. ഇവിടുന്ന് തുടങ്ങിയത് പാലായി പോയി പഠിച്ചതാണ്. അപ്പം ഇപ്പൊ ഇവിടെ 1000കണക്കിന് തേൻകൂട, ഒരു 10-60 പേര് സ്ഥിരം ജോലിക്കാരാണ്. ജോലി എന്ന് പറഞ്ഞാല് നമ്മുടെ ഇടുക്കി ജില്ല എന്ന് പറഞ്ഞാണ് ഇതിന്റെ പ്രത്യേകത. നമ്മുടെ ജില്ലയ്ക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും കർഷകരാണ്. ഇപ്പൊ കർഷകർക്ക് വിളവുണ്ടാകണേ ആര് വേണം? തേനീച്ച വേണം, പരാഗണം. അപ്പോൾ ഏലത്തിന്റെ പരാഗണം എന്ന് പറഞ്ഞാൽ 5:45 മുതൽ 9 വരെ. അപ്പം സ്വന്തം കൃഷിയിടത്തിൽ ഏലം ഉണ്ടെങ്കിൽ നല്ലതുപോലെ കൃത്യസമയത്തുള്ള പോളിനേഷൻ പറഞ്ഞു. അപ്പൊ തെങ്ങായാലും വാഴയായാലും മാവായാലും കോപ്പി ആയാലും പച്ചക്കറികൾ ഏതുമായിക്കോട്ടെ എല്ലാത്തിനും ആര് വേണം? തേനീച്ച വേണം. അപ്പൊ തേനീച്ചകളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് ഈ ജില്ലക്കാരുടെ ആവശ്യം, മറ്റു ജില്ലക്കാരുടെ അല്ല. മറ്റുള്ളവരെല്ലാവരും തേനെടുക്കാൻ വേണ്ടി. ഇവിടെ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് തേൻ എടുക്കണ്ട. നമ്മുടെ കൃഷിയിടത്തിൽ തേനീച്ച ഇരുന്നാൽ വിളവ് 10 മടങ്ങ് കൂടുക. അപ്പൊ പോളിനേഷൻ നടക്കണമെങ്കിൽ ആര് വേണം? തേനീച്ച വേണം. അപ്പൊ നമുക്ക് വൻതേനീച്ച ഉണ്ട്, ചെറുതേനീച്ച ഉണ്ട്. അപ്പൊ ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന റംബൂട്ടാൻ കൃഷി ചെയ്യുന്നവര്, ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നവർക്കെല്ലാം എന്ത് വേണം? തേനീച്ച ഉണ്ടെങ്കിൽ ഇത് നമുക്ക് നിലവാരമുള്ള കായികളായി കിട്ടും. അതായത് ഏലത്തിന്റെ ഇടയിൽ തേനീച്ചക്കൂട് ഇപ്പൊ വെക്കത്തില്ല, നേരത്തെ വെക്കായിരുന്നു. എന്നാൽ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിച്ചാൽ അത് കുഴപ്പമില്ലായിരിക്കും. എന്നറിയാമോ, നമ്മൾ പണ്ട് കാലത്ത് ഇത്രയും വിഷം അടിച്ചല്ല ഏലം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഷഡ്പദങ്ങളെ എല്ലാം മാറ്റാൻ വേണ്ടിയായി എന്ത് ചെയ്യുന്നത്? ഈ വിഷം അടിക്കുന്നത് ഷഡ്പദങ്ങളെ മാറ്റാൻ. അതിന് നല്ല ഷഡ്പദങ്ങളും ഉണ്ട്, വേണ്ടാത്തവരും ഉണ്ട്. അപ്പൊ വേണ്ടതും വേണ്ടാത്തതും എല്ലാം പോവുക. എന്ത് ചെയ്യുമ്പോ വിഷമടിക്കും. അപ്പൊ നമ്മുടെ ഇപ്പൊ അറിവില്ലാത്ത പല കർഷകരും എന്ന് പറഞ്ഞാല് അറിവില്ലാത്തവരല്ല, കർഷകർ അറിവുള്ളവരാണ്. പക്ഷെ നമുക്കിപ്പോ ഒരു പുതിയ സംവിധാനം വന്നേക്കുവാണ്. ഒരുപാട് കീടനാശിനി കമ്പനികൾ, ഒരുപാട് എന്റെയൊക്കെ ഒരു 40-45 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാല് എന്റെ അറിവിൽ എന്റെ പ്രദേശത്ത് കട്ടപ്പനയിൽ 1-2 മരുന്നുകളേ ഉള്ളൂ. ഇപ്പൊ ആ 2 മരുന്നുകളെ ഒന്നും കാണാനില്ല. വേറെ ഒരുപാട് ബേക്കറി പോലെ ഡിസൈൻ ചെയ്ത് വെച്ചപ്പോ ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ നല്ലതുപോലെയുള്ള വിളവുണ്ടാവാനും നല്ല ചെടിക്ക് ആരോഗ്യം വരാനും ഒക്കെയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ തേനീച്ച കൊല്ലുന്ന സാധനം അവിടെ വരാൻ പാടില്ല. തേനീച്ച എവിടെ വേണം? ഭൂമുഖത്ത് വേണം. അത് ഈ വീഡിയോ കാണുന്നവരൊന്ന് അടിച്ചു നോക്കുക. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് തേനീച്ചകൾ പെട്ടെന്നെങ്ങാനും അപ്രത്യക്ഷമായാൽ ലോകമില്ല. എന്ന് പറഞ്ഞാൽ വിളവില്ല, ആർക്കും ഭക്ഷണമില്ല. അപ്പോൾ 2, 3, 4 വർഷത്തോടെ കഴിയുമ്പോൾ എന്തായി? വിത്തുൽപ്പാദനം ഇല്ലാതാണ്. അപ്പൊ വിത്തുൽപ്പാദനം ഇല്ലാതെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. കീടനാശിനി അതെല്ലാം നമുക്ക് വേണം. പക്ഷെ അത് ഏതാന്ന് വെച്ചാൽ കീടങ്ങളെ കൊല്ലാനാണ്. തേനീച്ച എന്തല്ല, കീടമല്ല. തേനീച്ച മിത്രകീടം. മിത്രകീടത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹെൽപ്പ് ചെയ്യണം. മനസ്സിലാവും? അപ്പൊ കീടനാശിനി കമ്പനിക്കാർ ഇതറിയുക, ഇത് മേടിച്ചോണ്ട് പോകുന്നവർ ഇതറിയാം, യഥാർത്ഥത്തിൽ കർഷകരറിയാം. ഏത് കാര്യം? തേനീച്ച എന്റെ പറമ്പിൽ ഇരിക്കണം. ആ തരത്തിലുള്ള കീടനാശിനികളെ എന്ത് ചെയ്യാവൂ? കൊടുക്കുകയും ചെയ്യാവുള്ളൂ, മേടിക്കുകയും ചെയ്യാവുള്ളൂ, പ്രയോഗിക്കുകയും ചെയ്യാവുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഗുണമെന്ന് ചോദിച്ചാല് മറ്റ് കീടങ്ങൾ നഷ്ടപ്പെടും. ഈ മിത്രകീടം നമുക്ക് ഇഷ്ടം പോലെ ഉൽപ്പാദനം ഉണ്ടാക്കി തരും. അപ്പൊ നമുക്കറിയില്ല, വാനില വന്നപ്പോ നമ്മൾ തന്നെ പരാഗണം ചെയ്യണമായിരുന്നു. അപ്പൊ തെങ്ങിൽ കയറി നമ്മൾ പരാഗണം ചെയ്യേണ്ടാവുന്ന എത്ര പേർക്ക് തേങ്ങ കിട്ടും? അപ്പൊ കാപ്പിയെ പോയി നമ്മൾ തന്നെ ഈ പൂമ്പൊടി ചേഞ്ച് ആക്കണമെങ്കിൽ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പൊ ഏലത്തിന്റെ എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും നല്ല ശതമാനം പോളിനേഷൻ നടത്തുന്നവരാണ് തേനീച്ചകള്. അപ്പൊ തേനീച്ച എന്ന് പറയാൻ 4 തരമുണ്ട്. പെരുന്തേനീച്ച ഉണ്ട്, വലിയ മരങ്ങളിൽ, അതെല്ലാം പോവുക ഈ മരുന്നടിക്കുമ്പോ. പിന്നെ കോൽത്തേനീച്ച, അതും പോവുക. നമ്മുടെ മൺപുത്തിലൊക്കെ ഇരുന്നത്, കയ്യാലപ്പുത്തിലൊക്കെ ഇരുന്നത്. ഇപ്പം ഈ വീഡിയോ കാണുന്ന കർഷകർക്കറിയാം, തന്റെ പറമ്പിൽ ഇരുന്ന് ഈച്ചയല്ല ഇവിടുന്ന് എന്തായി, എല്ലാം പോയി. അപ്പൊ ഇപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാല് കുറെ കർഷകർക്ക് നല്ലതുപോലെ മനസ്സിലായി, അരിയുള്ള കായും വലിപ്പമുള്ള കായുമാണ് ആർക്ക് വേണ്ടത്? കച്ചവടക്കാർക്ക്, ഉപഭോക്താവിന് വേണ്ടത്. അപ്പം അരി ഉണ്ടാകണമെങ്കിൽ എന്ത് നടക്കണം? പരാഗണം നടക്കണം.
അല്ലെ പേട്ടുകായായി പോകും. അപ്പൊ ഒരുപാട് കാ മേടിച്ച് പച്ചക്കായ ഉണങ്ങിയാല് ഉണക്കക്കായ കുറച്ച് കിട്ടും. അപ്പൊ ഇപ്പം ഏലത്തിനകത്ത് തേനീച്ച ഉള്ളവർക്ക് ഗണ്യമായ മാറ്റമാണ്. അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം, തന്റെ പ്രദേശത്ത് ഒരു തേനീച്ച ഉണ്ടെങ്കിൽ ആ തേനീച്ച ഇരിക്കുന്ന പരിസരത്തുള്ള ഏലത്തിനകത്ത് വിളവ് കൂടുതലാണ്. പറഞ്ഞു. അപ്പൊ നമ്മള് കീടനാശിനി പ്രയോഗിക്കണം. എന്തിനാ? കീടങ്ങളെ കൊല്ലാൻ. തേനീച്ച എന്തല്ല, കീടമല്ല, എന്താണ് നമ്മുടെ വല്യപ്പന്റെ കാലം മുതൽ സംരക്ഷിച്ചിരുന്ന സാധനം. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഒരു ചെറുതേനീച്ചയുടെ കൂട് കിട്ടിയാൽ പോലും അവരെന്ത് ചെയ്യുന്നറിയാമോ, ഒരു കലത്തിലോ കുടത്തിലോ എടുത്തു വെക്കും. എന്തിനാ? ഈ തേനീച്ച ഉണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്തുള്ള പച്ചക്കറി എല്ലാം ഉണ്ടാവും. അപ്പൊ അവര് വീടിന്റെ ചുറ്റിനുമാണ് പറക്കുന്നത്. അവർക്ക് വേണ്ടതാണ് ഈ പച്ചക്കറിയും നമ്മുടെ ഔഷധ സസ്യങ്ങളും. എന്നാൽ നമ്മുടെ മുടിയൻ എന്ന് പറയുന്ന ഈച്ചയാണ് നമ്മുടെ ഒരു 100-300 മീറ്റർ കോമ്പസ് റൗണ്ടിൽ പോകും. അപ്പൊ ഒരേക്കർ സ്ഥലമുള്ള ഒരാൾക്ക് ഒരു 5 കൂട് വെക്കുവാണെങ്കിൽ അയാള് ഈ തേനീച്ച വെച്ചതിന് ശേഷം എടുക്കുന്ന ഒന്ന് പച്ച തൂക്കിയിട്ട് ഉണങ്ങിയിട്ട് തൂക്കുക. ഞാൻ പറഞ്ഞ വാക്കുകൾ കറക്റ്റാവും എന്ന് പറയാൻ 4 കിലോ 4.25 കിലോ പച്ചക്കാ കൊണ്ട കൊടുത്താൽ 1 കിലോ ഉണക്കം കിട്ടും. മറ്റേത് 6 കിലോ 7 കിലോ കൊടുക്കുമ്പോഴേ. അതിന് കാരണം എന്താ? പരാഗണം നടക്കുന്ന നല്ല നല്ല നിലവാരമുള്ള അരി ഉണ്ടാവും. അപ്പൊ അരിയുടെ എണ്ണം കൂടുമ്പോഴാണ് വലിപ്പം കൂടുന്നത്. വലിപ്പം തോട് വലിപ്പം നോക്കുന്നത് അരി കൂടുമ്പോൾ. അപ്പൊ കച്ചവടക്കാർക്ക് എന്താ വേണ്ടേ? വലിപ്പമുള്ള കായും വെയിറ്റുള്ള കായും. അപ്പൊ വലിപ്പമുള്ളതും വെയിറ്റുള്ളതുമായ കായ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ തൊപ്പിപ്പാളയിൽ പ്രവർത്തിക്കുന്ന ഹണിനഗറി വരുവാണെങ്കിൽ എല്ലാ മാസവും 2ാം ശനിയാഴ്ച കർഷകർക്ക് കൂട് വെച്ച് തേനീച്ചകൾ കൂട് ഒഴിഞ്ഞു പോകാതിരിക്കാനുള്ള വിധി പറഞ്ഞു. 10 മണി മുതൽ 4 മണി വരെ ക്ലാസ്സാണ്. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് 1, 2, 3, 4 കൂട് എന്ത് ചെയ്യണം? വെക്കുകയും ചെയ്യണം. എന്തിനാ? അതിന്റെ പ്രയോജനം കണ്ടു മനസ്സിലാക്കാൻ പറ്റും. മാറ്റിയിട്ടില്ല. അല്ല ആ സാധനം ചേർന്ന് കഴിഞ്ഞല്ലേ? എടാ സുന്ദരാ മാറിക്കടാ, മാറ വീട്ടിൽ പോകാം പറയുന്നത്. എല്ലാ മാസം 2ാം ശനിയാഴ്ച ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് ഞാൻ പരിശീലനം തന്നതിന്റെ സർട്ടിഫിക്കറ്റ് തരുക. അപ്പൊ നിങ്ങൾ 10 മണി മുതൽ ഒരു 4 മണി വരെ ഇരിക്കുന്നവർക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ. 10 മണി വരെ ക്ലാസ് എടുക്കണം. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഭക്ഷണവും കുടിക്കാനൊക്കെ തരണം. അതിന് കുറച്ച് ജോലിക്കാർ കാണും. പിന്നെ ഞാനിതെല്ലാം കൊണ്ടുവന്ന് കാണിക്കുമല്ലേ. അതിന് നിങ്ങൾ കർഷകർ 500 രൂപ അടയ്ക്കണം. സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. അപ്പൊ 10 മണിക്ക് വന്നാലും നമുക്ക് 10 ക്ലാസ് തുടങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനെ 4 മണി വരെ കഴിയുമ്പോൾ നിങ്ങളൊരു ബെസ്റ്റ് ബീ കീപ്പറാണ്. അപ്പൊ തേനീച്ച കൂട് എവിടെയൊക്കെയാണ് വെക്കേണ്ടത്, ഓരോ കൂട് തമ്മിലെ ദൂരങ്ങള്, ഈ കൂടിനകത്ത് കിട്ടുന്ന തേനീച്ചകളെ നമ്മൾ എന്താ പറയാ നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന ആരാണെന്ന് ചോദിച്ചാ, എന്റെ പേര് ടി കെ രാജു എന്നാണ്. ഈ 10-48 വർഷം കൊണ്ട് കിട്ടിയ ഒരു അവാർഡാണ് ഈ സംസ്ഥാനത്തെ ഏറ്റവും നല്ല കർഷകരുടെ അവാർഡാണ്. ഗവൺമെന്റ് പ്രഖ്യാപിച്ച പ്രഥമ അവാർഡ് മേടിച്ച ആളാണ്. അപ്പം പ്രഥമ അവാർഡ് കർഷകൻ എന്ന് പറയുമ്പോൾ ആ അവാർഡാണ് ഈ സംസാരിച്ചത്. ഏത് ഈ അവാർഡാണ് നിങ്ങളോട് ഈ കാര്യമെല്ലാം പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് അവാർഡ് എന്ന് പറഞ്ഞ കർഷകന്റെ അവാർഡ് എന്ന് പറയുന്നത് കർഷകന് വിളവ് കിട്ടുമ്പോഴാണ്. ആദായം എടുക്കുമ്പോഴല്ലേ കർഷകന്റെ മുഖത്ത് നല്ല സന്തോഷം. വലിയൊരു വാഴക്കൊല വെട്ടി വെക്കുമ്പോഴല്ലേ പുള്ള മുഖത്ത് ചേട്ടാ ഇത് വലിയ കൊലയാണല്ലോ, സന്തോഷം, ഭയങ്കര സന്തോഷം. ശരിയല്ലേ? അപ്പൊ ഏലക്ക തന്നെ ഇഷ്ടം പോലെ ഏലക്ക എടുക്കുമ്പോൾ പുള്ളിക്ക് സന്തോഷം. ഏറ്റവും കൂടുതൽ കാപ്പിക്കുരു പറിക്കുമ്പോൾ സന്തോഷം. ഏറ്റവും കൂടുതൽ തേങ്ങ ഇട്ട് കൂട്ടുമ്പോൾ സന്തോഷം. അപ്പൊ കർഷകർക്ക് സന്തോഷം വരണമെങ്കിൽ എന്ത് വേണം? കർഷകന്റെ പിന്നിൽ നല്ല വിളവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആളുണ്ട്. അതാണ് തേനീച്ചകൾ. അപ്പൊ പെരുന്തേനീച്ചകളും നമുക്ക് നാട് വിട്ടു പോകാൻ പാടില്ല. തേനീച്ച അടക്കമുള്ള കൂടെ തരുന്നത്. ഈ ചൂട് കൂടി നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഫുൾ സെറ്റ്. ഇപ്പൊ ഒരു ജൂൺ, നമ്മുടെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലൊക്കെ എന്ന് പറഞ്ഞാൽ തേൻ സമയമാണ്. അപ്പൊ തേൻ സമയം ഇപ്പൊ തേനുള്ള കൂട് വരെ തരും. ഇപ്പം കർഷകർ വന്നാൽ ഒരു കൂടിന് വരുമ്പോൾ ഒരു ഈച്ച സഹിതം വരുമ്പോൾ ഒരു 2500 രൂപയാവും. അതായത് ഒരു കോളനി ഫുള്ള് തേനീച്ചയും പിന്നെ അത് വെക്കാനുള്ള സ്റ്റാൻഡും നിങ്ങൾക്ക് തരും. അപ്പൊ അത് 2500 രൂപ തരും. 2500 രൂപ എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റാ, ഫുള്ള് നിറഞ്ഞ സെറ്റാ. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടുവാനുള്ള പ്രത്യേകത, ഇപ്പൊ കിട്ടുന്ന കൂട് നിങ്ങൾക്ക് ഓണം കഴിയുമ്പോൾ വീണ്ടും പിരിക്കാം. തേനീച്ച കൂടിനകത്ത് എമ്പടി പൂമ്പൊടി വരുന്ന സമയമാണ് ഇപ്പം. ഈ സെപ്റ്റംബർ എന്ന് പറയുന്ന ഓണ സമയത്ത് പൂക്കൾ വരും. അപ്പൊ ധാരാളം പൂമ്പൊടി വന്നു കഴിഞ്ഞാൽ റാണി എന്ന് പറയുന്ന ഒരു ബി ഇനത്തുണ്ട്, വലിയ ആളാണ്, വെള്ളീച്ച. അപ്പൊ അവള് ഒരു ദിവസം 700 മുതൽ 1000 മുകളിൽ മുട്ടയിടും. അപ്പം ആ സെപ്റ്റംബർ ഒക്ടോബറൊക്കെ അതൊരു കൂട് നിറയും. അപ്പൊ പിന്നെ നിറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പിരിഞ്ഞു പോകും, എല്ലാവർക്കും വിളിക്കത്തില്ലല്ലോ. അപ്പൊ അതിനെ പിരിച്ചു വെക്കുന്നൊക്കെ ഇവിടെ പറഞ്ഞു തരും. അപ്പൊ അന്നേരം നിങ്ങൾ ഓണം കഴിയുമ്പോൾ ഇവിടെ വന്ന് കാലിപ്പെട്ടി മേടിക്കണം. എന്തിനാ? ഇതുപോലുള്ള MD ബോക്സ് ആയിരിക്കും.
എന്നാൽ യൂണിഫോം ബോക്സാണ്. അപ്പൊ ഈ ബോക്സ് മേടിക്കുന്നവർക്ക് അന്നേരം വന്ന് കാലിപ്പെട്ടി മേടിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം, തേനീച്ചകളെ പിരിച്ചു വെക്കും. അപ്പൊ പിരിച്ചു വെക്കുമ്പോ തനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, നിലവിലൊരു റാണിയേ ഉള്ളൂ, ആ റാണീനെ നിങ്ങൾക്ക് തരുവാ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾക്ക് റാണിയെ തന്നു കഴിയുമ്പോൾ എനിക്ക് റാണി ഇല്ലല്ലോ. ഈ കൂട്ടിനകത്ത് റാണി ഇട്ടിട്ട് മുട്ടയിട്ടുണ്ടിരിക്കുമ്പോൾ ആള് പോകുന്നത്. ഇതിൽ ഏറ്റവും ലാസ്റ്റ് ഇട്ട ഒരു 3-4 മുട്ടേനെ റാണിയാക്കാനൊക്കെ ആർക്കറിയാം? ഈ ഈച്ചകൾക്കറിയാം. പറഞ്ഞു പറ്റിയോ? അപ്പൊ നമ്മുടെ എൽസം പോലെ തന്നെ അവിടെ ഒരു എൽസം നടക്കുക. അപ്പൊ ഒരു എമർജൻസി ആയിട്ട് സ്വാഭാവികമായിട്ട് ഇവരുടെ 14 ദിവസം കൊണ്ട് റാണി ഉണ്ടാവും. ഇത് അത്യാവശ്യ ഘട്ടമായതുകൊണ്ട് മുട്ട പുഴു സമാധി എടുക്കില്ല. മുട്ട പുഴുവിലേക്ക് പോകാതെ മുഴുത്ത പുഴുവിന് ഫീഡ് കൊടുക്കും. ഫീഡെന്ന് പറഞ്ഞാൽ ഈ ഇലക്കാരി ഈച്ചയുടെ തലയിൽ നിന്ന് വന്ന ദ്രാവകം റോയൽ ജെല്ലി എന്ന് പറയും. ഈ സാധനം കഴിച്ചു കഴിയുമ്പോൾ റാണിയായി 10 ദിവസം കൊണ്ട് റാണിയാവും. ആണ് പെണ്ണാവുന്നല്ല, ഒരു പെണ്ണ് റാണിയാവും. പെണ്ണാകുന്ന എങ്ങനെയാന്ന് ചോദിച്ചാല് രസകരമായ ഒരു കാര്യം, തേനും പൂമ്പൊടിയും കഴിക്കുന്ന പുഴുക്കളാണ് പെണ്ണാകുന്നത്. റോയൽ ജെല്ലി കഴിക്കുന്നവരാണ് റാണിയാകുന്നത്. അത് ചുരുക്കി പറയാൻ പറ്റും. 6 മാസം കൊണ്ടെങ്കിലും പഠിക്കേണ്ട കാര്യം പറയുന്നത് ചുരുക്കി പറയുന്ന. അപ്പം നമ്മുടെ കൂട്ടിൽ റാണി ഇല്ലായിരുന്നു, നിങ്ങൾക്ക് ഞാൻ പഴയ റാണീനെ തരുന്നത്. അപ്പം പുതിയ റാണി എനിക്ക് എന്ത് ചെയ്തോളൂ, ഉണ്ടായിക്കോളൂ. അപ്പൊ ഈ റാണി വീണ്ടും മുട്ടയിടുന്നു, നിങ്ങൾക്ക് തന്ന റാണി മുട്ടയിടുന്നു. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെ പെട്ടി എന്ത് ചെയ്യുക, നിറയുക. അപ്പൊ ഈ നിറയുമ്പോഴത്തേക്കും നമുക്ക് ഇത് പിരിച്ചു വെക്കാൻ എന്ത് വേണം, എമ്പിടി തേനീച്ച കൂടുതൽ വേണം. അപ്പൊ അത് ഇവിടെ പണിയുന്നുണ്ട്. ഏത് പണിയുന്നുണ്ട്? തേനീച്ചപ്പെട്ടി പണിത് വെച്ചേക്കും. എന്തിനാ? ഈ വേനക്ക് മേടിച്ചുകൊണ്ട് പോയവർക്കെല്ലാം മഴ കഴിയുമ്പോൾ എന്ത് വേണം, കാലിപ്പെട്ടി വേണം. അപ്പൊ അത് പണിയുന്ന യൂണിറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളെ കാണിക്കാം. ഇതൊന്നും അതിന്റെ രസം, നമുക്ക് ഇതിലൂടെ വലിയൊരു വരുമാനം കണ്ടെത്താൻ പറ്റും. എന്ത് വരുമാനം? ഈ തേനീച്ച വളർത്തുന്ന എന്തിനാ? തേനെടുക്കാനും കൂടിയാണ്. അപ്പൊ കൃഷിയിൽ വിളവുണ്ടാവുന്നു. രണ്ടാമത് ഇവര് തേൻ കരുതി വെക്കും. ഈ തേനെടുക്കാൻ വേണ്ടി നമുക്ക് 2 തരത്തിൽ തേനെടുക്കാം. ഒന്ന് മെഷീൻ വെച്ച് കറക്കിയെടുക്കാം, ഒന്ന് തേനീച്ചയുടെ വീട് അതേപടി കട്ട് ചെയ്തെടുക്കാം. എന്ന് പറയാൻ കോമ്പ് കണി എടുക്കാം. കോമ്പ് കണി എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. അപ്പൊ അതോട് കൂടി കഴിക്കാം, ലിക്വിഡായിട്ടും എടുക്കാം. അപ്പൊ ഇങ്ങനെ തേൻ കിട്ടിക്കഴിഞ്ഞാല് ഇടുക്കി ജില്ലയിൽ വരുന്ന ആരാണ്? എല്ലാം വെളിയിൽ നിന്ന് വരുന്ന സമ്പന്നന്മാരാണ്. എന്തിനു വരുന്ന? അവർക്ക് ആട് വളർത്തൽ കാണണം, മീൻ വളർത്തൽ കാണണം, നല്ല കർഷകരെടുത്ത് വന്നെല്ലാം പഠിക്കണം, പിന്നെ ഒരു ദിവസം താമസിക്കണം. അപ്പൊ ഇച്ചിരി ഏലക്ക വേണം, ഇച്ചിരി കുരുമുളക് വേണം, ഗ്രാമ്പൂ വേണം, കറുവപ്പട്ട വേണം, തേനും വേണം. അപ്പൊ നമ്മുടെ ഫാമൊക്കെ വന്ന് കാണുമ്പോ അയാൾക്ക് എന്തായി, ഇതിനോട് വലിയ ഇഷ്ടമാവും. അപ്പൊ പുള്ളി ഇവിടെ വരും. എവിടെ വരും? ഇപ്പൊ ഓരോരുത്തർ വരുന്ന എങ്ങനെയാ വെച്ചാൽ, ഇപ്പം ഈ നമ്മളിപ്പം റൂട്ട് മാപ്പിൽ ഹണിനഗർ നടിച്ച ഇവിടെ വരും. റൂട്ട് മാപ്പിൽ ഹണിനഗർ തൊപ്പിപ്പാളം എന്നടിച്ചാൽ മതി, വേറെ ആരോട് ചോദിക്കണ്ടേ, ഇവിടെ വരാം. എന്തിനാ? അനേകര് വന്നുപോയ സ്ഥലം ഇവിടെ. വന്നവർക്കെല്ലാം ഞാൻ തേൻകൂട് കൊടുക്കും. തേൻകൂട് കൊടുക്കുന്നവര് കൊണ്ടുപോയി ഒരു 3-4 മാസം കഴിയുമ്പോൾ പിടിക്കും, ആ തേൻ നിറഞ്ഞു എന്നാ ചെയ്യേണ്ടത്. അപ്പൊ ഇവർക്ക് അറിയത്തില്ല. അപ്പൊ അവര് വീണ്ടും 2ാം ശനിയാഴ്ച ഇവിടെ വരണം. എന്തിനാ? 2ാം ശനിയാഴ്ച വന്ന് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ പുള്ളിയുടെ ചോദ്യത്തിനല്ല ഇവിടെ പ്രാക്ടിക്കൽ ഉത്തരം. ഇപ്പൊ ഞാൻ പറയാം, നമ്മള് നീന്തൽ വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൽ പോയി കളി ചെയ്യാം, ഓൺലൈനിലും പഠിക്കാം. ഓൺലൈനിൽ പഠിച്ചവൻ വെള്ളത്തിലോട്ട് ചാടും, പിന്നെ 3 ദിവസം കഴിഞ്ഞ് കേൾക്കുള്ളൂ, മുങ്ങി ചെന്ന് പോകും. അപ്പൊ എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ പറ്റില്ല. അപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ കൊടുക്കണം. അതിനാണ് ഈ ഹണിനഗറിൽ എല്ലാ മാസവും 2ാം ശനിയാഴ്ച ക്ലാസ്സാണ്. അപ്പം ആദ്യമേ പ്രാരംഭത്തിൽ എന്തൊക്കെ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇത് മേടിച്ചോണ്ട് പോകുമല്ലോ. അപ്പൊ പുള്ളിക്ക് വരുന്ന ഡൗട്ട് എല്ലാം തീർക്കാം അവിടെ വരുമ്പോ. അപ്പൊ അങ്ങനെ ഇവിടെ ഒരു വർഷക്കാലം ഒരു 5-6 തവണ വന്നു കഴിയുമ്പോഴത്തേനും പുള്ളി ഒരു ബെസ്റ്റ് ബീ കീപ്പർ ആകും. അപ്പൊ ബീ കീപ്പറുടെ വീട്ടിൽ ചെന്നാല് നല്ല നിലവാരമുള്ള കായ്കനികൾ കിട്ടും, നിലവാരമുള്ള തേനീച്ച കോളനി കിട്ടും, നിലവാരമുള്ള തേനും കിട്ടും. തേൻ കൊണ്ട് ഒത്തിരി ഉൽപ്പന്നം ഉണ്ടാക്കാനും ഇതിനിടയ്ക്ക് പഠിപ്പിക്കും. ഈ തേനിന്റെ ഡെൻസിറ്റി കൂടാണ്ടേ തേനിനകത്ത് എന്ത് സാധനം കേടുകൂടാതെ ഇട്ട് വരും. എന്ത് സാധനം പറ്റും? അതെല്ലാം ഉണ്ട്. ഇവിടെ വന്ന് തേനീച്ചയുടെ സംഭവം കിട്ടും. 4.5 ലക്ഷം പേരാ കഴിഞ്ഞു ഈ വീഡിയോ കാണാൻ കഴിഞ്ഞത്. പുള്ളി 4.5 ലക്ഷം പേരാണ്. പുള്ളി ആകെപ്പാടെ പുള്ളി ഒരു 1000-1500 പേരെ നിന്ന് വയറ്റിക്കൊണ്ടിരുന്ന ആളാ. പുള്ളി രക്ഷപ്പെട്ടു. അറിയോ, ഈ തേനീച്ചയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം. ഈ ശുദ്ധമായ തേന് അത് എങ്ങനെയാന്നൊക്കെ കാണിക്കുമ്പോ നല്ല തേൻ. അപ്പൊ ഇത് രസകരമായ ഒരു കാര്യമായിട്ട് മുഴുവൻ കാണും. ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് പറയണ്ട. നമ്മൾ എന്നാ പറയുന്നേ, കൃഷിയിടങ്ങളിൽ നല്ലപോലെ വിളവുണ്ടാകുന്ന കാര്യം വേണം, തേനീച്ച വേണം.
അപ്പം കൃഷിയിൽ വിഷമൊന്നും ഒഴിക്കരുത്. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? നല്ല ഉൽപ്പന്നങ്ങളാണ്. ഇപ്പൊ കാട്ടിൽ എങ്ങനെയാണ് നല്ല ഉൽപ്പന്നം ഉണ്ടാകുന്നത്? ആരും വിഷം ഒഴിക്കുന്നില്ലല്ലോ. കാട്ടിലാരും വിഷം അടിക്കുന്നില്ല, എന്നാൽ കാട്ടിലെല്ലാം പൂക്കുന്നുണ്ടല്ലേ. അപ്പൊ തേനീച്ചകളുടെ ഇടപെടൽ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? വനത്തിനും സമ്പന്ന രാജ്യങ്ങളിലും, ഏതാ സമ്പന്ന രാജ്യം എന്ന് പറയുന്ന അറിവുള്ള രാജ്യക്കാര്, അവരാരും ഇങ്ങനെ വിഷമുള്ള ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാൻ കഴിക്കുകയില്ല. നമ്മളുടെ അറിവില്ലായികയാണ് ഈ മരുന്നൊഴിക്കണം, മന്ത്രം ഒഴിക്കണം എന്നൊക്കെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ പുളിപ്പ് മാറി, അസിഡിറ്റി മാറി, ആൽക്കലയിലുള്ള മണ്ണിൽ എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം. അതിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും മണ്ണൊക്കെ നല്ല ഇളവും. അപ്പൊ അതിനകത്ത് ഈ പുളിപ്പ് മാറാനുള്ള ഇഷ്ടം പോലെ നീറ്റുകക്കായും കക്കായും ഇപ്പൊ ഈ മുട്ടപ്പൊടിയും മുട്ടത്തോടിന്റെ പൊടിയും ചാരവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ തൂളി കഴിയുമ്പോൾ മണ്ണിന്റെ എന്ത് മാറി? അമ്ലതെല്ലാം പോകും, പുളിപ്പെല്ലാം പോകും. അത് കഴിഞ്ഞിട്ട് വേണം എന്ത് തുടങ്ങാൻ? കൃഷി ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കുന്ന സാധനത്തിന് നല്ല ഒരു മുരടിപ്പുമില്ലാതെ നല്ലപോലെ കയറി വരും. അപ്പൊ നല്ല ശക്തിയോടെ കയറി വരുന്ന പറമ്പിൽ നിൽക്കുന്ന റംബൂട്ടാനായാലും കരുനാരകമായാലും ചെറുനാരകമായാലും നമ്മുടെ സപ്പോർട്ടയായാലും നല്ലപോലെ കഴിക്കും. അപ്പൊ കർഷകൻ ഇതിനെക്കുറിച്ച് എന്തില്ല, അറിയത്തില്ല. ഇത് പണ്ട് കർഷകൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മുടെ വീട്ടിലെ വല്യപ്പൻ ആൾക്കാരെ കൂട്ടി പഠിപ്പിക്കുമോ? അപ്പൊ ശരിയല്ലേ? ഇപ്പം വല്യപ്പനല്ല, വല്യപ്പനൊന്നും വീട്ടിലില്ല. പിള്ളേര് സെറ്റ് പൈസ മുടക്കുമോ? ഏതാ കൃഷിക്ക്? അത് വലിയവരെ വിളിച്ചത് അതും ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? അവർ ഈ വില കുറഞ്ഞ സാധനമല്ല നമ്മുടെ പറമ്പിൽ കൊണ്ട് കുറഞ്ഞു. അവസാനം നമുക്ക് നാശം വന്നൊന്നും അറിയേണ്ട കാര്യം പുള്ളിക്കില്ല. പുള്ളിക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ട്. എന്നിട്ട് നമ്മളെന്ത് പറയും? ആട് വളത്തിന് നഷ്ടമാണ്, കോഴി വളത്തിന് നഷ്ടമാണ്, തേനീച്ച നഷ്ടമാണ്, പിന്നെ കപ്പ കൃഷി നഷ്ടമാണ്, ചേനയെല്ലാം നഷ്ടമാണ്. പക്ഷെ പഴയ വല്യപ്പന് മണ്ണിനെ കുറിച്ച് എന്തറിയായിരുന്നു? മണ്ണിൽ കൃഷി ചെയ്യേണ്ട രീതി അറിവ്, അയാളുടെ അറിവ് അയാൾ പറയുന്നത് പോലെ വേണം മറ്റവൻ എന്ത് ചെയ്യാൻ? കൃഷി ചെയ്യാൻ. പറഞ്ഞോ? അല്ലാതെ വരുന്നവന്റെ ഇഷ്ടത്തിനല്ല പറമ്പ്. അപ്പൊ പുള്ളി നല്ലപോലെ വേനൽക്കാലത്ത് ഇതെല്ലാം ചുട്ടു കഴിയുമ്പോൾ പറമ്പിലെല്ലാം മണ്ണും ചാരവും അല്ലെ? ചാരവും. ആ മണ്ണിലാണ് എന്ത് നടണ്ടേ? കപ്പ, ചേന, ഈ കിഴങ്ങുകളെല്ലാം നടണമെങ്കിൽ എന്ത് വേണം? മണ്ണ് ഇളക്കിയിട്ട് ചാരം വീഴും. പറഞ്ഞോ? ഇപ്പൊ നമുക്ക് ഒരു സാധനം കത്തിക്കുന്നില്ല, ചാരമില്ല, ഒന്നും അറിയത്തില്ല. നമ്മളെല്ലാത്തിനും എന്തിനീ ഈ മരുന്ന് കട ചെല്ലുക. മരുന്ന് കടക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതല്ല നമ്മൾ പറയുന്നത്. മരുന്ന് കടക്കാർ കൊടുക്കുന്ന ചില മരുന്നുകൾ കുറ്റപ്പെടുത്തിയേ പറ്റും. കാരണം എന്താ? നിരോധിച്ച മരുന്നുകൾ വരെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. അത് ഈ മനസ്സറിവോടെ അവർ കൊടുക്കുന്നത്. അത് കൊടുക്കരുത്. അത് കൊടുത്താൽ എന്ത് പറ്റും? ഈ കർഷകൻ നഷ്ടത്തിൽ വന്നാൽ ഇനി ഇവനിങ്ങോട്ട് വരുമോ? ഇല്ല. അപ്പൊ അവൻ എന്തൊക്കെയാ നഷ്ടം വന്നത്? പുള്ളിക്ക് ഇച്ചിരി പൈസ കിട്ടിയല്ലേ? കർഷകന്റെ മണ്ണും പോയി, അവന് ഉൽപ്പന്നം ഉണ്ടായില്ല. ഇനി ആ ഒരു കൃഷി ആ പ്രദേശം ആരും ചെയ്യില്ല. അപ്പം പറഞ്ഞ് ബോധവൽക്കരിക്കേണ്ട ആളാണ് ആര്? ഈ മരുന്ന് കമ്പനിക്കാർ. ചേട്ടാ ഇത് ഇന്ന ദോഷമുണ്ട്, ശരിയല്ലേ? നമ്മളിപ്പോ എന്താ ഒരു രോഗം വരുമ്പോ ഡോക്ടറെ പോയി കാണുന്നേ, മറ്റൊരു സൈഡ് എഫക്ട് വന്നാലും അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനാണ്. ഇതിപ്പോ നമുക്ക് തരുന്ന മരുന്നും വെള്ളമെല്ലാം പറമ്പ് തെളിച്ച് കൃഷി പോയി കഴിഞ്ഞിട്ട് ചെയ്യാനാ ഒന്നും നടക്കാനാ. അപ്പൊ നമ്മള് ചിമ്പ് വരാനും ചരം വരാനും എല്ലാം നല്ല നല്ല സാധനങ്ങൾ വേണം. പക്ഷെ തേനീച്ച വന്നു കഴിഞ്ഞിട്ടേ മരുന്നടിക്കാവുള്ളൂ. മുഖ്യം. അതായത് തേനീച്ചയുടെ ഈ വീഡിയോ കാണുന്നവര് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നെറ്റിലൊന്ന് അടിച്ചു നോക്കി ഏലത്തിന്റെ പോളിനേഷൻ എങ്ങനെയാണ്, അതിന്റെ സമയം എപ്പോഴാണ്, അപ്പൊ തേനീച്ചയുടെ പോളിനേഷൻ കൊണ്ട് എത്ര ശതമാനം വർദ്ധിക്കും നോക്കി. അപ്പോഴാണ് തേനീച്ച ഇരിക്കുന്ന മരുന്നുകളെ എന്ത് ചെയ്യാവും? അടിക്കാവുള്ളൂ. അതിന് ഏറ്റവും നല്ലൊരു ഉപാധി ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ തൊട്ടടുത്ത് കൃഷിഭവനുണ്ട്. കൃഷിഭവനിൽ ഒരു കൃഷി ഓഫീസറുണ്ട്. ഇയാൾ സർവകലാശാലയിൽ നിന്ന് കഴിഞ്ഞ ആളാ, പഠനം കഴിഞ്ഞ ആളാ. അപ്പൊ അയാളുടെ അടുത്താണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യേണ്ടത്? എഴുതി മേടിക്കേണ്ടത്. സാറേ എനിക്ക് ഇന്നപോലെ കുറച്ച് പച്ചക്കറി കൃഷിയുണ്ട്, അതിനകത്ത് കുറച്ച് ഇന്നത് കാണുന്നുണ്ട്, അതിന് ഞാൻ എന്ത് മരുന്ന് അടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ കൃഷി ഓഫീസർ എന്ത് ചെയ്യും? നമുക്ക് വിത്തൊക്കെ തന്ന പുള്ളിയല്ലേ. അപ്പൊ വളവും എന്തൊക്കെ അടിക്കേണ്ടതെന്ന് ചോദിക്കേണ്ടതും പുള്ളിയോട് തന്നെയല്ലേ. അങ്ങനെ ചോദിച്ച് വേണം കർഷകർ എന്ത് ചെയ്യാൻ? ചെല്ലാൻ. അപ്പൊ അവിടെ ആ ഓഫീസർ അവിടെ ഉണ്ടെങ്കിൽ ആ ഓഫീസറോടെ ചോദിക്കാവുള്ളൂ. താൽക്കാലിക ജീവനക്കാരി ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. വേറെ എന്താ? അത് ഒന്നും അറിയില്ല. അപ്പൊ കൃഷി ഓഫീസർ ഉള്ളപ്പോ നമ്മള് ആ കൃഷിയെ കുറിച്ചുള്ള ഏറ്റവും ഇഷ്ട കാര്യം അതിനാണ്. കൃഷി ഓഫീസർ ചോദിച്ചാൽ അയാൾ കൃത്യം മരുന്ന് പറഞ്ഞു തരും. അങ്ങനെ ചെയ്യുന്ന പറമ്പുകളെല്ലാം നല്ല മാതൃകാ പറമ്പാണ്. അയാൾ പിറ്റേ വർഷം ഏറ്റവും നല്ല കർഷകനുള്ള ചിങ്ങം ഒന്നിന് പുള്ളിക്ക് ആദരിക്കലും കിട്ടും. എവിടെ പോയി നിർദ്ദേശം മേടിക്കുന്നേ? കൃഷിഭവനിൽ പോയി നിർദ്ദേശം മേടിച്ച് അവിടുന്ന് വിത്തും അവിടുന്ന് ഏതൊക്കെ വളമാണ് ഏതൊക്കെ ആണ് തളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തേനീച്ച അവിടെ കാണും. ഏറ്റവും മികച്ച കർഷകനാണ് ആര്? ചിങ്ങം ഒന്നിന് ഒത്തിരി ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് അവാർഡ് കിട്ടുക. കാരണം എന്താ? ഈ അവാർഡ് കിട്ടണമെങ്കിൽ നമുക്ക് അറിവ് വേണ്ടേ?
അതുകൊണ്ടാണ് ഈ പറയുന്നത് അറിവുള്ളവനാണ് സമ്പന്നൻ, പണമുള്ളവനല്ല. അറിവ്. അപ്പം അറിവിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ദൂരം യാത്ര ചെയ്യാൻ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ 2ാം ശനിയാഴ്ച ഇവിടെ കൊടുക്കുന്നത് ഈ തേനീച്ചകളെ ഉപയോഗിച്ച് കൃഷിയിൽ എങ്ങനെ നമുക്ക് വിളവ് വർദ്ധിപ്പിക്കും അത് പറഞ്ഞു കൊടുക്കും. അപ്പം ഈ പ്രോഗ്രാമിന് വരുമ്പോൾ 10-60 പേര് കാണും. ആര് ഈ കൃഷിയായി ഈ തേനീച്ച കൃഷിയുമായി ബന്ധപ്പെട്ട കൃഷിയാണ്. അപ്പം അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരും എന്ന് കാണിക്കാൻ. നേരത്തെ ചെറിയ പേരയ്ക്കായിരുന്നു, മുഴുത്ത പേരയ്ക്കായി. നേരത്തെ കുഞ്ഞ് പ്രാഷൻ മൂട്ടായിരുന്നു, ഇപ്പം മുഴുത്ത പ്രാഷൻ മൂട്ടായി. നേരത്തെ ചെറിയ ഏലക്കായിരുന്നു, മുഴുത്ത ഏലക്കായി. അപ്പൊ അത് പരസ്പരം കർഷകന്റെ ഒരു സന്തോഷമാണ്. എന്തുകൊണ്ട് അവനറിയത്തില്ലാത്തൊരു കാര്യം നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു കൊടുത്തു. ഇത്രയുള്ള കാര്യം. അപ്പം കൃഷിയുടെ മെയിൻ ആളാണ് ആര്? തേനീച്ച. ഇതാണ് പറഞ്ഞത്. എത്ര പറഞ്ഞാലും തീരാത്തൊരു സംഭവമാണ്. നമ്മുടെ വീടിന്റെ മുറ്റത്ത് അതായത് തേനീച്ചയുടെ തേൻ കഴിച്ചു കഴിയുമ്പോൾ ആരോഗ്യ ഗുണം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം ഇപ്പൊ ചോദിച്ചത്. തേൻ കഴിച്ചാൽ ഒത്തിരി ആരോഗ്യ ഗുണം ഇത് എന്നാന്നറിയാമോ? ദഹിച്ച പഞ്ചസാരയാണ്, ദഹിച്ച മധുരമാണ്. നമ്മൾ ഈ കഴിക്കുന്നത് എല്ലാം ഗ്ലൂക്കോസ് വർഗ്ഗങ്ങളാണ്. ഈ ഗ്ലൂക്കോസ് വർഗ്ഗങ്ങളെല്ലാം നമ്മുടെ വയറ്റിൽ പോയി എന്ത് ചെയ്യണം? ഗ്ലൈക്കോജൻ ആവണം, അല്ലേ? ആ ഗ്ലൈക്കോജൻ ആകാൻ വേണ്ടി നമ്മുടെ ആമാശയത്തിൽ ഇടുമ്പോൾ പല സാധനവും ദഹിക്കാറില്ല. അപ്പൊ നമുക്ക് ദോഷം വരുക. എന്നാൽ തേനെന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു ജീവിയുടെ വയറ്റിൽ വെച്ചൊരു ദഹനം കഴിഞ്ഞതാണ്. അപ്പം ഗ്ലൂക്കോസുകളെയൊക്കെ ദഹിപ്പിച്ചു വെച്ചേക്കുക. അപ്പം നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായ എല്ലാ A to Z വൈറ്റമിൻസ് എല്ലാം എവിടെ ഉണ്ട്? തേനിലുണ്ട്. അതുകൊണ്ടാണ് തേൻ കഴിക്കുന്നതിന് അമൃതം എന്ന് പറയുന്നത്. അമൃതം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല നിത്യ യൗവനത്തോടെ ഇരിക്കുന്നത് അമൃത് കഴിക്കാന്ന് പറയുന്നത് തേനിന്. അപ്പം തേനെന്ന് പറഞ്ഞ തേനീച്ച ഒരു തേനീച്ച കൂട്ടിന്ന് പോവുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 250 പൂക്കൾ സന്ദർശിച്ചിട്ടാണ് വരുന്നത്. 250 പൂക്കൾ സന്ദർശിക്കുമ്പോൾ 250 പൂക്കൾ 250 ഔഷധ സസ്യങ്ങളാണ്. അത് ഇടുക്കി ജില്ലയിലെയാണ്. ഏതാ ഇത്? തൃശ്ശൂര് 250 പൂക്കളിൽ പോലില്ല. പാലക്കാട് എന്തെങ്കിലും കിട്ടിയാലും തെങ്ങും കമ്പും നെൽപ്പാടവും ഉള്ളു, അല്ലേ? എന്നാൽ നമ്മുടെ ഇടുക്കിയിൽ ഇറങ്ങിയ എന്തൊക്കെ കാണാം? കീഴാർനെല്ലി കാണാം, തൊട്ടാവാടി കാണാം, കുറുന്തോട്ടി കാണാം, ഏലം, നമ്മുടെ സ്പൈസസ് എല്ലാം കാണാം. അപ്പം ഏറ്റവും നല്ല നിലവാരമുള്ള തേൻ എന്ന് പറയുന്നതാണ് മൾട്ടി ഫ്ലവർ ഹണി. മൾട്ടി ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാടെന്താ ഔഷധങ്ങൾ കൊണ്ട് തിങ്ങി നിൽക്കുക. അപ്പൊ നമ്മുടെ ഇവിടെയുള്ള ആദിവാസികളൊക്കെ വനത്തിൽ നിന്നൊക്കെ ശേഖരിച്ചുകൊണ്ട് വരുന്ന തേനും നമ്മൾ കൂട് വെച്ചെടുക്കുന്ന തേനെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം കാട്ടുതേൻ വേണേ അങ്ങനെ കിട്ടും. ഏതാ? മരങ്ങളിൽ കിടക്കുന്ന ഈച്ചയില്ലേ, അതിന്റെ തേൻ ഇവിടെ കിട്ടുള്ളൂ. ഈ തേൻ നമ്മൾ എന്നിട്ട് തിരുവനന്തപുരത്ത് ചോദിച്ചാൽ കിട്ടിയാലോ? കൊല്ലത്ത് ചെന്നാൽ കിട്ടിയാലോ? ആദിവാസികൾ ഏറ്റവും കൂടുതൽ തിങ്ങി പാർക്കുന്ന സ്ഥലത്താണ് വനം. അപ്പൊ വനത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ത് നിൽക്കുന്നത്? ഔഷധങ്ങൾ. അപ്പൊ വനത്തിൽ നിന്ന് കൊണ്ടുവന്ന തേനെല്ലാം അവരിപ്പോ കൊണ്ടുവരും. ഇപ്പൊ നമ്മളിവിടെ ഒന്ന് ഒരു ചേട്ടൻ വന്നില്ലേ, ആ ചേട്ടന് 800 കിലോ തേനും കൊണ്ട് വന്ന 800 കിലോ അടിമാലി പ്രദേശത്തെ ആദിവാസികളിൽ നിന്ന് ശേഖരിച്ച് കൊണ്ടുവന്ന. അപ്പം ഇതിന്റെ പ്രോസസിംഗ് പ്ലാന്റ് അപ്പുറത്താണ്. അതാണ് ഇപ്പൊ അങ്ങോട്ട് ഞാൻ പറഞ്ഞു വിട്ടത്. നിങ്ങൾ ഷൂട്ട് ചെയ്ത് നമ്മൾ ഇടയ്ക്ക് പോയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഞങ്ങൾ ഇവിടെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു സ്വപ്നമാണ് എല്ലാ കർഷകന്റെയും വീട്ടുമുറ്റത്ത് 5 തേനീച്ച കൂടി, എല്ലാ ആദിവാസിയുടെയും വീട്ടുമുറ്റത്ത് 10 തേനീച്ച കൂടി. എന്തിനാണെന്നറിയാമോ? അതായത് നാട്ടുകാരുടെ എല്ലാം മുറ്റത്ത് ഒരു 5 തേനീച്ചപ്പെട്ടിരുന്നാലുള്ള ഗുണം എന്താ? അയാൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് അയാളുടെ 4 സൈഡിലുള്ള കൃഷിയിടങ്ങൾക്ക് വിളവ് കൂടും. അപ്പൊ എല്ലാരും എന്ത് കഴിച്ച് ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പം തീറ്റസാധനം വേണ്ടേ? അപ്പൊ സ്വന്തം നാട്ടിലെ തീറ്റസാധനം അല്ലേ നല്ലത്? അന്യനാട്ടിൽ നിന്ന് വരുന്ന തീറ്റസാധനം അല്ല നല്ലത്. അന്യനാട്ടിലെ പച്ചക്കറികളൊക്കെ വരുമ്പോഴാണ് നമുക്ക് മാരകമായ രോഗം ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു ചപ്പും ചവറും ചാണകമൊക്കെ ഉപയോഗിച്ച് തേനീച്ച ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളൊന്നും കഴിച്ച നിലവിൽ ആർക്കും എന്തില്ലായിരുന്നു? അസുഖമില്ല. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊരു കാർഷിക സംസ്കാരം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരളം കാർഷിക സംസ്ഥാനമാണ്, ഇടുക്കി ജില്ല കാർഷിക ജില്ലയാണ്, കൃഷിയാണ് മുഖ്യം. അപ്പം നമ്മുടെ എല്ലാ വീടുകളിൽ രാവിലെ പശുവിന്റെ പാല് കൊണ്ട് കടയിൽ കൊടുത്തിട്ട് വേണം സ്കൂളിൽ പോകാൻ. അല്ലെങ്കിൽ എന്തെങ്കിലും ഏലക്കായ, കുരുമുളക്, ഗ്രാമ്പും ഒക്കെ കടയിൽ വിറ്റിട്ട് വേണമായിരുന്നു നമ്മുടെ പഠനാവശ്യ ചെലവുകളെല്ലാം. ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്യുന്നൊരു വസ്തുക്കളൊക്കെ വിറ്റേച്ച് പിള്ളേരെ പഠിപ്പിക്കുക. പിള്ളേരിപ്പൊ എല്ലാം ഡോക്ടറാണ്, എല്ലാവരും എഞ്ചിനീയറാണ്, എല്ലാം നേഴ്സുമാരാണ്. പക്ഷെ അവർക്കാർക്കും ഇവിടെ എന്തില്ല? തൊഴിലില്ല. അപ്പൊ ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളൊക്കെ വിറ്റേച്ച് എന്ത് ചെയ്തു? വിറ്റ സ്ഥലത്തൊക്കെ വലിയ റിസോർട്ടുകളാണ്. പറഞ്ഞു മനസ്സിലാവും. അപ്പം പിള്ളേരൊക്കെ എവിടെയാ? പുറം രാജ്യങ്ങളിലാണ്. അപ്പൊ ഈ കാരണന്മാര് പൈസ ഉണ്ടാക്കി അവരെ അങ്ങോട്ടും വിട്ടു,
പിള്ളേർ ഇങ്ങോട്ട് ഇനി വരുന്നുമില്ല. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായി? അങ്ങനെ ഒരു നിരവധി കർഷകർ വേദനിക്കുന്നുണ്ട്. ചില ആൾക്ക് എന്നിട്ട് ഇപ്പം ഈ പിള്ളേരെയൊക്കെ വിടാൻ വേണ്ടി പാട്ട വ്യവസ്ഥയിൽ സ്ഥലം കൊടുക്കുക, പാട്ടം കൊടുക്കുക. അപ്പൊ 5-10 ലക്ഷം രൂപ കിട്ടും. എന്തിനാ? ഈ 10 ലക്ഷം. ഈ പാട്ടത്തിന് കിട്ടിയ പൈസയും കൊണ്ട് ഈ ചെറുക്കൻ പോയി എവിടേക്ക്? വിദേശത്തേക്ക് പോയി. ഈ വിദേശത്ത് പോയിട്ട് ഒരു 100 രൂപ പോലും ഈ പുള്ളി കണി കാണാൻ ഈ കാർബോർക്ക് ഇട്ടിട്ടില്ല. അപ്പൊ ഇനി ഈ പുള്ളി എന്താ ചെയ്യത്തില്ല? പുള്ളിയുടെ പറമ്പല്ലേ പാട്ടം കൊടുത്തിട്ടല്ലേ വിട്ടത്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ ചെറുക്കന് ഈ പൈസ അയച്ചു കൊടുത്തല്ലേ കടം വിടുള്ളൂ. മനസ്സിലായോ? അങ്ങനെ നീറി പുകയുന്ന കുറെ കർഷകർ കൂടി ഉണ്ട്. സ്വന്തം മക്കളെ പഠിപ്പിക്കണം. ആരാക്കണം? ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം, കളക്ടർ ആക്കണം എന്നല്ലേ വേണം. കുറച്ച് പേര് മതി. അതൊക്കെ നമുക്ക് സമ്പത്തൊക്കെ മീതി ഉണ്ടെങ്കിൽ മാറ്റി വെക്കാനുള്ള പൈസ കൊണ്ട് ചെയ്യണം. ഇത് ഇല്ലാത്തവരും എന്ത് ചെയ്യുക? എല്ലാവരും ഡോക്ടറാക്കുക. അപ്പം വരുന്ന സംഭവിക്കുന്ന എന്നാ? ഡോക്ടർമാരുടെ എഞ്ചിനീയർ എണ്ണം കൂടിയിട്ട് പറമ്പിൽ പണിയാൻ ആരുമില്ലല്ലോ. അതുകൊണ്ട് എന്താ സംഭവം? നമ്മുടെ ഈ ഇടുക്കി ജില്ലയിലെ കൊച്ചു ടൗൺ ആണല്ലോ കട്ടപ്പന. ഒരു ഞായറാഴ്ച ശനിയാഴ്ച എന്നാൽ ആരെ കാണാം? ജാർഖണ്ഡുകാരാണ് ഇരിക്കുന്നത്. കാരണം എന്താ? അവരെല്ലാം മദ്യപിച്ച് അടിയും മണക്കും എല്ലാം ഉണ്ടാക്കുന്ന കാഴ്ച കാരണന്മാര് കാണുന്നു. ഈ പിള്ളേരെല്ലാം പുറത്തോട്ട് പോയി. കാരണം എന്താ? ഇവിടുത്തെ പണിയെടുക്കാനും ഈ പാട്ടത്തിനെടുത്ത കരാറുകാരെല്ലാം ഈ ഹിന്ദിക്കാരെ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. അയാളുടെ മനസ്സിന്റെ കൊമ്പിറക്കണം, അയാളുടെ ഏലത്തിന്റെ പണി തീരണം, അയാളുടെ കോപ്പി പറിക്കണം, ഇല്ലേ? അപ്പൊ അങ്ങനെ ഒരു പാട്ടത്തിനെടുത്ത ആള് അമിതമായ കീടനാശിനി പ്രയോഗങ്ങൾ ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രദേശത്തുള്ള തേനീച്ചയെല്ലാം എന്ത് ചെയ്യും? ചത്തൊടുക്കും. മനസ്സിലോ? അപ്പൊ കൃത്രിമ പോളിനേഷനിൽ കൂടി ഉണ്ടാക്കിയെടുക്കുന്ന സാധനമൊന്നും നമ്മൾ കഴിച്ചാൽ നിലവാരം ഉണ്ടാവുന്നില്ല. അപ്പൊ എന്നാൽ ഇവിടെ വന്ന് ക്ലാസ് കേൾക്കുന്ന നല്ല കർഷകര് കുട്ടികളെ കൊണ്ടുവരും. അപ്പൊ ഇവിടെ നല്ല ഉൽപ്പന്നം ഉണ്ടാക്കുവാണെങ്കിൽ നല്ല എന്ത് കിട്ടും? നല്ല വില കിട്ടും. അപ്പൊ കുട്ടികൾക്ക് അവിടെ നിൽക്കാം, ഇവിടെ നിൽക്കാം. മനസ്സിലേ? ഇപ്പൊ നമുക്കറിയാം പാവൽ കൃഷി ചെയ്താലും നേട്ടമാണ്. എന്തിനാ പറഞ്ഞ? മാലി മുളക് കൃഷി ചെയ്താലും എന്താണ്? കിലോയ്ക്ക് 350 രൂപ വില കിട്ടുന്ന സമയം ഇപ്പൊ. അപ്പൊ ഏലക്കായ്ക്കാണെങ്കിൽ ഒരു 2000 രൂപയ്ക്ക് ഒരു 3000 അടക്കം വിലയുണ്ടല്ലേ? അത് സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ അച്ഛനും ഈ മകനും അമ്മയും പെങ്ങന്മാരും കൂടി കൃഷി ചെയ്ത് ഇതിൽ നിന്ന് ആദായം എടുത്ത് പെങ്ങൾക്ക് മാല മേടിക്കുന്നു, അവനൊരു പാൻറ്റും കൂട്ടും എടുക്കുന്നു, നമ്മുടെ വീട്ടിൽ നല്ല ഭക്ഷണം കഴിക്കുന്നു. അതാണ് കൂടുമ്പോഴുള്ള ഇമ്പം. ഇത് നമ്മുടെ ഇടുക്കി ജില്ല മുഴുവനും ആർക്കൊക്കെയോ ഒറ്റയ്ക്ക് കൊടുത്തേച്ച് അവര് ഉൽപാദനം കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? അപ്പൊ ഭൂമിയിലുണ്ടായിരുന്ന സ്വാഭാവിക തേനീച്ച എല്ലാം എന്ത് ചെയ്തു? ഇല്ലാണ്ടായി. അപ്പൊ അങ്ങനെയുള്ള കർഷകർക്ക് ഈ വീഡിയോ നല്ലതായിരിക്കും. കാരണം ഹണി നഗറിൽ വന്നാൽ നിങ്ങള് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ, ഞാൻ പറഞ്ഞില്ല, എന്റെ ഇവിടെ വരാൻ വേണ്ടിയിട്ട് റൂട്ട് മാപ്പ് എടുക്കുക. ഹണി നഗർ അടിച്ചാൽ തൊപ്പിപ്പാട വരാം. അതായത് ക്ലാസ്സിന് നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യൊന്നും വേണ്ട. എത്ര പേര് വന്നാലും 1000 പേര് വന്നാലും നമുക്ക് ക്ലാസ് എടുക്കാനുള്ള എന്തുണ്ട്? സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ 50 പേരോ 100 പേരോ 1000 പേരോ ഒന്നിച്ച് വന്നാലും യാതൊരു കുഴപ്പമില്ല. ഹണി നഗറിൽ ഇത് എന്റെ ഈ പുറകിൽ കാണുന്നതല്ല എന്താന്ന് ചോദിച്ചാല്, ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചാണ്. ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ പുറകിലിരിക്കുന്ന സംഭവമല്ല. തേനിൽ എന്തിട്ടാലും അതിന്റെ ഗുണങ്ങൾ തേനിൽ വരുമെന്ന് കണ്ടുപിടിച്ചാണ്. അപ്പൊ തേനിനകത്ത് നമ്മൾ പച്ചമഞ്ഞളിട്ട് വെക്കുന്നുണ്ട്. പച്ചമഞ്ഞളിട്ട് വെക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ പച്ചമഞ്ഞളിന്റെ ഈർപ്പം മുഴുവൻ തേൻ പറ്റും. നമ്മുടെ മറയൂർ പ്രദേശത്ത് ധാരാളം നെല്ലിക്ക ഉണ്ടാകുന്നുണ്ട്. ആ നെല്ലിക്ക മേടിച്ചോണ്ട് വന്ന് കാട്ടിൽ നിന്ന് ഇട്ടുന്ന നെല്ലിക്ക, അത് തേനിനകത്തിട്ടാൽ ആ നെല്ലിക്കയിലുള്ള ഗുണങ്ങളെല്ലാം ഇങ്ങനെ വരും. തേൻ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ വീർത്തിരിക്കുന്നതല്ല തേൻ നെല്ലിക്ക. തേനിൽ നെല്ലിക്ക ഇട്ട് കഴിഞ്ഞാൽ ചുരുങ്ങി പോകും. അത് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനും കഴിച്ച് മനസ്സിലാക്കാനുണ്ട്. അത് ഈ ക്ലാസ്സിൽ വരുന്നവർക്ക് അത് മനസ്സിലാവും. അതായത് ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് എല്ലാം കൊറിയറായിട്ട് കൊടുക്കുമല്ലോ. അതായത് നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ട്, ഈ ഇതിന് താഴെ കൊടുക്കാം. 9447824612. ഈ പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ആവശ്യപ്പെട്ടാൽ മതി. ഇത് എനിക്ക് GST ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് കൊറിയർ അത് നേരെ വീട്ടിലെത്തിച്ചു തരും. മനസ്സിലായി? അപ്പം എന്റെ മെയിൻ ജോലി ഇതാണ്. തേനീച്ചകളെ വളർത്തൽ പഠിപ്പിക്കുന്ന 2 തരം ആൾക്കാർ. എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലാത്ത, ഇനി റിട്ടയർ ആയ ജോലിക്കാർ. കാരണം എന്താ? ഇനിയാണ് രസകരമായ ഒരു കഥ പറയാൻ പോവാ. നമ്മൾ മറ്റ് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട്. തേനീച്ച കൃഷി ടെൻഷൻ ഇല്ല. നനയാതെയും വെയിൽ കൊള്ളാതെയും അതിനെ മൂടി ഭംഗിയായി കെട്ടിവെച്ചാൽ
ആ ഭാഗത്തേക്ക് ഇനി 10 ദിവസത്തേക്ക് എന്ത് ചെയ്യണ്ട, പോകണ്ട. അപ്പൊ 10 ദിവസത്തിൽ ഒരിക്കൽ പോയി നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഈ കുറവുണ്ടെന്ന് മാത്രം എന്തിനാ മതി, നോക്കിയാൽ മതി. അപ്പൊ ഒരു 1000 തേങ്ങൂടുണ്ടെങ്കിൽ 2 പേരെ ജോലിക്ക് വെക്കാം. അപ്പൊ ഉറുമ്പ് കയറുന്നുണ്ടോ, നനയുന്നുണ്ടോ, കെട്ടും അയഞ്ഞിട്ടുണ്ടോ ഒക്കെ നോക്കുക. അപ്പൊ നമുക്ക് അപ്പൊ ഇവരെ കൊണ്ട് തന്നെ ഈ കൂട് നിറയുമ്പോൾ പിരിച്ചും വെപ്പിക്കാം. അപ്പം ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണമെങ്കിൽ ഇയാൾക്ക് ഇതിനെ കുറിച്ച് ആദ്യമേ ഒരു അറിവ് വേണ്ടേ, ഞാൻ കൊടുക്കുന്നു. അപ്പൊ ഞാനിത് കൊടുത്തു കഴിയുമ്പോഴല്ലോ ഇയാൾ എവിടെ കൂട് വെക്കുന്നോ ആ പ്രദേശത്തെല്ലാം തെങ്ങ് കായ്ക്കും, മാവ് കായ്ക്കും, ഭയങ്കര ഉൽപ്പാദനം കൂടും. അപ്പൊ അതായത് നമുക്കതെല്ലാം പേടിയായി കാണിക്കാമല്ലോ. ഉൽപാദനക്ഷമത കൂട്ടാനാണ് തേനീച്ചകൾ. അത് ഈ പുതിയ തലമുറയ്ക്ക് ഇതിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് എന്ത് ചെയ്ത് സംസാരിച്ചത്. പുതിയ ആൾക്കാർ അതൊന്നും അറിയത്തില്ല. നമ്മൾ വിചാരിക്കുന്ന കാപ്പിടിക്കാനും പിടിക്കാനൊക്കെ മരുന്ന് കിട്ടും, അങ്ങനെയല്ല. ഞാൻ പഠിപ്പോ എന്നാ പിന്നെ ഏതായാലും മരുന്ന് കഴിച്ചാൽ പോലെ നമ്മളിപ്പോ ഇണയായിരുന്നല്ലോ, പിള്ളേരുണ്ടായിക്കൊള്ളു. മസിലൊക്കെ നല്ല സ്ട്രോങ് ആവണമെങ്കിൽ, പ്രോട്ടീൻ വേണമെങ്കിൽ എവിടെ വരാം, അടിനേറി വന്നാൽ നല്ല ഹൈ പ്രോട്ടീൻ കിട്ടും. ഇനി നമ്മുടെ ജോയിന്റുകളിൽ എവിടെങ്കിലും വേദന ഉണ്ടെങ്കിൽ എന്താ, അവിടെ ടൈറ്റ് ആകുന്നോണ്ടാ. അത് നമ്മൾ തിരുമാനൊക്കെ പോകല്ലേ, ഒഴിയാനൊക്കെ പോകല്ലേ. അങ്ങനെ ഒഴിയാനൊക്കെ പോകുമ്പോൾ നമുക്ക് തരുന്ന സാധനമുണ്ട്, ബി വാക്സിന്റെ ക്രീം. തേനീച്ചയുടെ വീടില്ലേ, അത് ഉരുക്കിയെടുക്കുന്ന ഒരു കട്ടിയായിട്ടൊരു മെഴുക് കിട്ടും. ആ മെഴുകിനകത്ത് നമ്മൾ ഒലിവ് ഓയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് മെൽറ്റാവും. ആ സാധനം ശരീരത്തിൽ പൂശിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടാ. ചുണ്ടുണങ്ങുന്നതിലും കാല് വരയുന്നതിനും കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം ഇല്ലേ. ചില ആൾക്കാർക്ക് മഞ്ഞുകാലത്ത് ചില പ്രശ്നമുണ്ട്, ചിലർക്ക് വെയിലത്തിറങ്ങത്തില്ല, ചില പ്രശ്നമുണ്ട്. അപ്പൊ അതിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് ബി വാക്സിന്റെ ക്രീമുകളാണ്. നമ്മൾ അതിന് ഉപയോഗിക്കുന്നതിന് ഈ അറബിയുടെ ഗ്രീസാ. പെട്രോളിയം പ്രോഡക്റ്റ് അതിന്റെ ഓമനപ്പേര്. 10 രൂപ 20 രൂപ കൊടുത്താൽ കിട്ടും. നമ്മൾ ആഫ്റ്റർ ഷേവ് ആയിട്ടൊക്കെ മെഡിക്കൽ പെണ്ണുങ്ങൾ ഒരുങ്ങുന്നില്ലേ, അതെല്ലാം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് സ്കിന്നിന് കെയർ ചെയ്യുന്നതല്ല. സ്കിന്നിന് കെയർ ചെയ്യുന്ന സാധനം ഏതാണ്? തേനീച്ചകള് തേൻ കുടിച്ചിട്ടുണ്ടാകുന്ന മെഴുക്, അത് ഉരുക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ. അതാണ് നമ്മൾ തേനീച്ചകൾ കൊണ്ടുവന്ന പൂമ്പൊടി അടിപൊളി സാധനമാണ്. തേനീച്ചകളുടെ വീട് ഉരുക്കിയെടുക്കുന്ന മെഴുക് നല്ല അടിപൊളി സാധനമാണ്. നമ്മുടെ നടീനടന്മാരെല്ലാം ഉപയോഗിക്കുന്ന ക്രീമുകളെല്ലാം ബി വാക്സ് കൊണ്ടുള്ള. എന്നാൽ ഞങ്ങൾക്ക് കൂടുതലും കസ്റ്റമേഴ്സ് എല്ലാം പ്രീമിയം ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളുടെ കസ്റ്റമർ എല്ലാം പ്രീമിയം കസ്റ്റമേഴ്സാണ്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവരാരും ഈ വില കുറഞ്ഞ സാധനങ്ങൾ ഒന്നും ചെയ്യല, എടുക്കത്തില്ല. ചേട്ടാ അവിടെ ആളുണ്ടായിരുന്നോ? എല്ലാം ഇറക്കി വെച്ചോ? ഈ തുറന്നിരിക്കുന്ന എന്തല്ല, തേനല്ല, പൂവിൽ നിന്ന് കൊണ്ടുവന്ന് തേനീച്ച വെച്ചതേ ഉള്ളൂ. അത് മറ്റ് 250-300 തേനീച്ച കുടിച്ചു കഴിയുമ്പോഴാണ് ഇതിലെ പഞ്ചസാര നീക്കം ചെയ്തിട്ടാണ് ഇത് അടയ്ക്കുക. അങ്ങനെ അടയും. ആ അടവ് തുറന്നിട്ടാണ് ഈ മെഷീനിൽ വെച്ചിട്ട് കറക്കിയെടുക്കും. അപ്പൊ ഫോറിനേഴ്സിന് ഇപ്പൊ വേണ്ടത് ഇങ്ങനത്തെ ഉണ്ടോന്ന്. ഇപ്പം നമ്മുടെ കേരള ഭാഗം മറ്റവരെല്ലാം പറയുന്നത് എടാ ഇത് ഒറിജിനലാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതൊന്നും അറിവുള്ളൂ മേടിക്കാൻ. ഇതില്ലാന്നേ, അത് വയനാട്ടിൽ 125 രൂപ അവരത് വിശ്വസിപ്പിച്ചു. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് അതൊന്നും വിശ്വാസമില്ല. ചേട്ടാ ഇതിന്റെ വീടോട് കൂടി കിട്ടുമോ, ചേട്ടന് എന്നാ വില പറഞ്ഞു ഞങ്ങൾ തരും. അപ്പൊ ഞങ്ങളിപ്പോ എങ്ങനെ തേനെടുക്കുന്നില്ല, ഞങ്ങളിപ്പോ തേനെടുക്കുന്നത് കൂടിനകത്ത് ഇതേപോലെ പാത്രം കമത്തി വെക്കും. ഇത് മുഴുവനും തേൻ കട്ടയാ. ഇത് ചെത്തിയും എടുക്കും. അടിയിലെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് മാറ്റി ഓരോ പത്രത്തിലാക്കും. അതുകൊണ്ടോ ഇതിപ്പം 1 കിലോ 3000 രൂപ എന്ന് പറഞ്ഞാൽ 20 എടുത്തോളാൻ ഒരു പറയും. കാരണം എന്താ, ഇത് കുപ്പിയിലായി പോയാൽ ഇത് തേനാണോ മാങ്ങയാണോ തേങ്ങയാണോ എന്ന് മറ്റേ പുള്ളിക്ക് അറിയത്തില്ല. ഏതാണ് ഇവര് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുള്ളൂ. ഏത് നമുക്ക് അങ്ങനെ കൊടുക്കുന്നില്ല. കാരണം നമ്മളൊരു സ്റ്റേറ്റ് അവാർഡ് മേടിച്ചൊരു കർഷകനായതുകൊണ്ട് ഈ അവാർഡ് മേടിച്ചുകൊണ്ട് എന്റെ ഭാഗത്ത് എപ്പോഴെങ്കിലും തെറ്റ് വന്നല്ലോ പെട്ടെന്ന്. അപ്പൊ ഞങ്ങളുടെ ഓരോ ബാച്ചും ലാബിൽ ടെസ്റ്റ് ചെയ്യും. ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ളവർ തേൻ പോലല്ല നമ്മുടെ തേൻ. നോക്ക്, ലാബിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് ഇതേ തന്നെ കൊടുത്തു. ഇതിൽ ഷുഗർ കണ്ടന്റ് ഇല്ലെന്നേ. മറ്റേത് ലാബിൽ കൊടുത്താലേ ചേട്ടാ ഇതിൽ 80% പഞ്ചസാരയാണെന്ന് എഴുതി വരും. അതിന് ആർക്ക് കൊടുക്കും? വേണ്ടല്ലോ. അപ്പൊ നമുക്ക് സത്യസന്ധമായ
പ്ലേക്കുള്ള സൗകര്യം ഇവിടെ ചെയ്യണം. ഇപ്പം ഞങ്ങൾ മുഴുവൻ മാറി. ഇപ്പം നിങ്ങളോട് വാ, ഒരു 2 കൂട് തുറന്ന് കളിക്കുക. എങ്ങനെയാണ് തേൻ എടുക്കുന്നത്? ഇപ്പം ഞങ്ങളിങ്ങനെ കറക്കിയെടുക്കുമല്ല, പിഴിഞ്ഞെടുക്കുമല്ല. എൻ്റെ വീടോടെ വാ കാണിച്ചു തരാം. അതുകൊണ്ട് ഈ മറ്റൊരു കളി നടക്കില്ല. ചേട്ടാ നമുക്ക് തേൻ ഉണ്ട്.